ഒരു പ്രത്യേക ലെവലിലാണ്. അപ്പോൾ ജിൻഡോയുടെ കഴുത്തിലേക്ക് ഒരു കൊണ്ടയൊക്കെ കൊണ്ടിട്ട് ഒരു ഇതൊക്കെ കൊണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് ജിൻഡോയെ ഒരു മൈൽഡ് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഒറിജിനൽ കളി പുറത്തു പോകും. നിങ്ങൾ കണ്ടു നോക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. ആദ്യമുണ്ടായ കളികളിലും പിന്നെ വരുന്ന ന്യൂട്രലൈസ് ചെയ്ത കളികളിലും നിങ്ങൾ പോയാലും മനസ്സിലാക്കുക, നീതി തന്നെയായിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ നീതി പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞ അദ്ദേഹം മുൻ മത്സരാർത്ഥി. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ സിനിമാ സംവിധായകൻ്റെ ഒരു കാര്യത്തിലുള്ളത് അവർ കൊണ്ടുവന്ന കേസ് പോലീസ് സ്റ്റേഷനിലേ കൊടുത്തത്. അതുപോലെ ഇവിടെ പരാതിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പോലീസിന് നിയമവ്യവസ്ഥയിൽ പോയി ചെയ്യണം, അല്ലേ? അതാണ് അതിൻ്റെ ഒരു ജുഡീഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ. ചുമ്മാ പ്രമുഖരെ കരുതേരുമാറ്റി കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചാനലിന് മൊത്തം അവഹേളിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണെന്ന്. അത് ഒരുപാട് ദോഷം ചെയ്യും ഇത് അങ്ങോട്ട് പോകുമ്പോൾ. എന്തായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ടീമും ഷോ കഴിയുമ്പം ഇതിന് മറുപടി തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ പറയാറുണ്ട്. രണ്ട് ഷോ നന്നായി തന്നെ പോകണം, നന്നായി തന്നെ പോകുന്നുണ്ട്. ഈ സീസണിൽ മാത്രം കുറച്ച് ചിലരോട് കുറച്ച് ഫേവറിസം പോലെ. അതുപോലെ സോറി ഏത് സീസണിലാണ് ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂം കിടക്കാനും ഇരിക്കാനും കെട്ടിപ്പിടിക്കാനും പിന്നെ ബിഗ് ബോസിനെ തന്നെ മയക്കിയെടുക്കാനുമുള്ള റൂമാക്കി മാറ്റിയത്? ഏത് സീസണിൽ ഞാനും പോയതാണ്. നമുക്കത് ബിഗ് ബോസിൽ കൺഫെഷൻ റൂമിൽ കയറുമ്പോൾ ഒരു പേടിയാണ്. അതുപോലെ ബിഗ് ബോസ് ഞങ്ങൾ ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയാണ് പറഞ്ഞത്. പിന്നെ അത് പല സീസൺ വന്നപ്പോൾ മുതലാളിയായി വലിയേട്ടനായില്ലേ, വെറുതെ ക്വാളിറ്റി കുറച്ച്. അപ്പം ഓരോ സീസൺ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പം ഏറ്റവും ഒന്നാമത്തെ സീസൺ എ ഗ്രേഡ് കൊടുത്ത് നമ്മൾ ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ഇ ഗ്രേഡ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഈ സീസണിൽ മത്സരാർത്ഥികൾ കുറേ പേർ നല്ലവരായിരുന്നു. പക്ഷേ ഈ സീസൺ അളിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക, ലോ കാറ്റഗറിയിലേക്ക് ഡൗൺ ആക്കിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കളഞ്ഞിട്ട് പോയ അവസ്ഥയിൽ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കിയത് ഒരു കുറച്ച് മത്സരാർത്ഥികളാണ്. ബാക്കിയൊരു മികച്ച മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് ജില്ലപ്പം ജയിക്കുമില്ലേ എന്ന് കാണാനിരിക്കുന്നു. കാരണം ഓൺലൈനിൽ ഇപ്പോൾ അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം 100 ദിവസം എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ മറ്റേ ആൾ ജയിച്ചാലും എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം പണം ആരാണോ നീ എന്നെ കൊണ്ടുപോയി പണിയിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ നിനക്ക് വേണ്ടി പണി ചെയ്ത് പൈസ ഉണ്ടാക്കി തരുന്ന ആളിനോടൊരു പ്രത്യേക സ്നേഹവും നന്ദി ഉണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റും. വാതുറന്ന് പറയുക അല്ലേ? ശരിയല്ലേ? പിന്നെ നിങ്ങളവിടെ പോയി പണം ഉണ്ടാക്കി തരുന്ന കാര്യം എന്തായാലും അത് കാത്തിരുന്ന് കാണും. അതാണ് ഓക്കെ അല്ലേ? ഇനി കുഞ്ഞാടും കുടുംബത്തിൽ കാണാമെന്നാണ് എൻ്റെ സുഹൃത്തുക്കളാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ വന്നത്. സിനിമ വരുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാം, നമുക്കപ്പം നോക്കാം. എന്തായാലും ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം.